ഇത് ആപ്പിൾ ബെൽ ചാമ്പയ്ക്കയാണ്. ഇത് ഞാൻ ഇതിനു മുമ്പും വീഡിയോ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ചാമ്പയ്ക്കയാണിത്. പിന്നെ മഴ അധികം പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനധികം മധുരം ഉണ്ടാവില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് കണ്ടോ, ഇപ്പം അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട്. ഇനിയും മഴ പെയ്ത് കഴിഞ്ഞാൽ മൂത്ത് വരുമ്പോഴേക്കും മധുരമൊക്കെ കുറഞ്ഞു വരും. ഇതാ മുകളിലേക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചെറുതും വലുതും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് കുറച്ച് നാളത്തേക്ക് ഉണ്ടാവും ഇങ്ങനെ ഈ ചാമ്പയ്ക്ക. കണ്ടോ, നിറയെ ഉണ്ടായി കിടക്കുന്നുണ്ടോ. ഒരു 2 ആഴ്ച കൊണ്ടെല്ലാം താഴെ പോവും. അത്രയ്ക്ക് ഈ ചാമ്പയ്ക്കൊക്കെ ആയുസുള്ളൂ കേട്ടോ. പിന്നെ ഈ ചാമ്പമരം ഉള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ചാമ്പയ്ക്ക ഉണ്ടായി തുടങ്ങുമ്പോഴേ തന്നെ നമ്മൾ ഈ ഒരു ഫെർമോൺ കെണി മരത്തിൽ തൂക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇത് കണ്ടോ, ഈ കെണിയുടെ പാത്രം ഇത് നമ്മുടെ പഴയതാണ്. അപ്പോൾ ഈ പാത്രത്തിൽ ഇടാനായിട്ട് നമുക്ക് ഒരു മരുന്ന് കിട്ടും. വളക്കടകളിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രൂട്ട് കെണിയാണത്. അപ്പോൾ ഈ പഴങ്ങളിൽ വന്നിരിക്കുന്ന ഈച്ചയെ പിടിക്കാനുള്ള ഒരു മരുന്നാണ് കേട്ടോ അത് നമ്മൾ ഈ പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി. അതിൻ്റെ കാലാവധി ഏകദേശം ഒരു 3 മാസമൊക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോഴേക്കും അതിൻ്റെ കാലാവധിയൊക്കെ തീരും. ഇപ്പോൾ ദാ ഇതിനകത്ത് ഈച്ചകൾ വന്ന് പെട്ടിട്ടുണ്ട്. നിറയെ ഈച്ചകൾ ഇങ്ങനെ ചത്ത് കിടക്കുന്നുണ്ട് കേട്ടോ താഴെ. അതുകൊണ്ട് ഈ ചാമ്പയ്ക്കകളിലൊന്നും പുഴുക്കേട് വന്നിട്ടില്ല കേട്ടോ. ഒരു കൊല്ലം നമുക്കിതുപോലെ നമ്മൾ ഈ ഫെർമോൺ കെണി വെക്കാതിരുന്ന ഒരു കൊല്ലം ഒത്തിരി ചാമ്പയ്ക്കകളുണ്ടായി. വെറുതെ പുഴുക്കേട് വന്നെല്ലാം ചീത്തയായി പോയിട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം ഈ ചാമ്പമരം പൂക്കുമ്പോഴേ തന്നെ ഈ കെണി തൂക്കിയിടാറുണ്ട്. അപ്പോൾ അതറിയാത്തവരൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. നല്ല ഒരു ഐഡിയ ആണത്. ഈ ചാമ്പമരത്തിൻ്റെ ചുറ്റും ഇങ്ങനെ നിറയെ വീണ് കിടക്കുകയാണ് കേട്ടോ. ചാമ്പയ്ക്കയുടെ ഒരു കളിയാണ് ചാമ്പ. ഇനി ഇത് ഇവിടെ നിന്നൊക്കെ മാറ്റണമെങ്കിലാണ് പണി. ഇതൊക്കെ മൂക്കാത്ത ചാമ്പയ്ക്കയും മൂത്തതും ഒക്കെ ഉണ്ട്. എല്ലാം ഇങ്ങനെ കൊഴിഞ്ഞു പോയേക്കാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ചാമ്പയ്ക്കയുടെ ഞെട്ടിന് തീരെ ബലമില്ല. അപ്പം എല്ലാം കൂടെ താഴേക്ക് പോരും. എന്നാലും കുറേയൊക്കെ നമുക്ക് മൂത്ത് കിട്ടും കേട്ടോ. ചാമ്പയ്ക്ക് ഒരു വല ഇട്ടിട്ടുണ്ടായി. പക്ഷെ ആ വല കടന്നും ഈ ചാമ്പമരം മുകളിലേക്ക് പോയിട്ടുണ്ട്. വലയൊക്കെ തട്ടി മാറ്റി ചാമ്പമരം മുകളിലെത്തി. അപ്പം ഇങ്ങനെ ഒരു ചാമ്പയ്ക്ക മരം നമ്മുടെ വീടുകളിലൊക്കെ നട്ടിടുന്നത് നല്ലതാണ് കേട്ടോ. ഇത് കണ്ടോ, കഴിഞ്ഞ മഴയിൽ ചാടിപ്പോയ ചാമ്പയ്ക്കാണ് കേട്ടോ ഇത് മുഴുവനും. എന്തുമാത്രം ചാമ്പയ്ക്കാൻ നോക്കി ചാടിക്കിടക്കണം. ഈ ചാമ്പമരത്തിൽ വർഷത്തിൽ 3-4 പ്രാവശ്യമൊക്കെ ചാമ്പയ്ക്ക ഉണ്ടാവുന്നുണ്ട്. പക്ഷേ മഴക്കാലത്ത് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം മധുരമൊന്നുമില്ല. വേനൽക്കാലത്ത് ഉണ്ടായാൽ മധുരമുണ്ട്. നല്ലൊരു ചാമ്പയ്ക്കയാണ്. ഒരു ആപ്പിൾ ടേസ്റ്റൊക്കെ ഉണ്ട്. ആപ്പിൾ ബെൽ ചാമ്പയ്ക്ക എന്നാണ് ഇതിനെ പറയുക. അപ്പോൾ വീട്ടിൽ ഇല്ലാത്തവരൊക്കെ ഒരു ചാമ്പമരം നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇത് ബഡ് ചെയ്ത ഒരു ചാമ്പമരമാണ് നമ്മൾ മേടിച്ച് നട്ടത്. നഴ്സറിയിൽ നിന്ന് മേടിച്ച് നട്ടതാണ്.
ഇതിൻ്റെ കമ്പ് നട്ടാലും പിടിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചാമ്പയ്ക്കൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി മൂക്കുന്നതിന് മുമ്പ് ഞാൻ പറിച്ചെടുത്തു. കാരണം കുറച്ചുകൂടെ ഒന്ന് ചുവപ്പ് നിറം ആവാനുണ്ട്, മൂക്കാനുണ്ട്. പക്ഷെ അപ്പോഴേക്കും നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാം താഴെ പോവും. പിന്നെ കുറച്ച് കസ്റ്റേർഡ് ആപ്പിളും പറിച്ചെടുത്തു. കസ്റ്റേർഡ് ആപ്പിളും എനിക്ക് നല്ല ഇഷ്ടമാണ്. നല്ല മധുരമൊക്കെ ഉണ്ട്. ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് നല്ല മധുരമൊക്കെ ഉണ്ട് കസ്റ്റേർഡ് ആപ്പിളിനും. അപ്പോൾ എനിക്ക് ഫ്രൂട്ട്സുകളോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഫ്രൂട്ട് മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ജാൻസീസ് ഹോം ടിപ്സിൻ്റെ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ജാൻസീസ് ഹോം ടിപ്സ്.